നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പാറളത്ത് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാജിവെച്ചു. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 16 സീറ്റിൽ 12 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുക. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. തൃശൂർ DCC അംഗീകരിച്ച സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാറളം പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ CO ജേക്കബാണ് പ്രഖ്യാപിച്ചത്. നാം ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുകയാണ്. കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് മതേതരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ കേരളത്തിൽ സ്വർണ്ണ കള്ളക്കടത്തും ശബരിമല അയ്യപ്പൻ്റെ സ്വർണവും മോഷ്ടിച്ച ആളുകൾക്കെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം. അതുപോലെ തന്നെ നമ്മുടെ 10 വർഷം കേരളം ഭരിച്ച് 10 വർഷം പാറളം പഞ്ചായത്ത് ഭരിച്ച് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ വേദനിപ്പിച്ച, ഏറ്റവും അധികം ദുഃഖം രേഖപ്പെടുത്തി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ പഞ്ചായത്തിൽ ഒരു പുതിയ ഭരണസമിതി ഇവിടെ ഇന്ന് ഹാരാർപ്പണം ചെയ്തവര് നാളെ ഈ പഞ്ചായത്തിന്റെ സാരഥികളായി മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നമ്മളുടെ തുടക്കം കുറിക്കുകയാണ്. 2025 ഡിസംബർ 11-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാറളം ഗ്രാമപഞ്ചായത്തിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ പാറളം പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പാറളം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുരടിപ്പുണ്ടാക്കിയ ഒരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. തന്നെയുമല്ല, UDFന്റെ സാരഥികൾ ജയിച്ചു വന്നാൽ മാത്രമേ പാറളം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും മികവുറ്റ വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്ഥാനാർത്ഥികളുടെ പേരുകളും അതാത് വാർഡുകളും ഇങ്ങനെ: വാർഡ് 1 ആര്യമ്പാടത്ത് റിൻസി ജൂബിയാണ് സ്ഥാനാർത്ഥി. വാർഡ് 2 ചക്യാർകടവിൽ റോസിലി റാഫേൽ. വാർഡ് 3 സുബ്രഹ്മണ്യപുരത്ത് ബിന്ദു പുരുഷോത്തമൻ. 4 NS നഗറിൽ നിർമ്മല ശങ്കർ. 5 വെങ്ങിണിശ്ശേരിയിൽ AV ലിജു. 6 ആറാട്ടുകടവിൽ K ബിജുകുമാർ. 7 പേരൂക്കര മോഹൻദാസ് കൈലാത്ത്. 8 ശിവപുരം UM ജോജു. 9 പാരീസ് കൂട്ടാലക്കുന്ന് റിൻസി ഷാബു. 10 പാർളം വാർഡിൽ TV റോസ്മേരി. 11 പാർപ്പക്കടവിൽ രാജൻ നെല്ലാത്ത്. 12 ചേനത്ത് ബിജു പണിക്കശ്ശേരി. 13 അമ്മാടം വാർഡിൽ ടോമി പെല്ലിശ്ശേരി. 14 കോടന്നൂർ AI അലക്സ്. 15 പള്ളിപ്പുറം KS നിഖിൽ. 16 കർഷക നഗറിൽ നിഷ അനീഷ്. 17 ശാസ്താം കടവ് വാർഡിൽ സൗമ്യ സന്തോഷ് എന്നിവരാണ് മത്സരിക്കുക. പാറളത്ത് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാജിവെച്ചു. പാറളത്തും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർന്നതിന് തെളിവാണ് KR ചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ രാജി. പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ജില്ലാ കമ്മിറ്റി അവഗണന കാണിക്കുന്നതായി ആരോപിച്ചാണ് നേതാക്കൾ രാജിവെച്ചത്.
മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ, സെക്രട്ടറിമാരായ AD ജോണി, ജോജോ ചിറമൽ, INTUC മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ, മണ്ഡലത്തിലെ മറ്റു നേതാക്കളും വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി സ്ഥാനം രാജിവെച്ചതായി പറയുന്നത്. പാർലം മണ്ഡലത്തിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളായ 2 പ്രമുഖർക്കെതിരെയാണ് രാജിവെച്ച നേതാക്കൾ വിമത ശബ്ദമുയർത്തുന്നത്. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് KR ചന്ദ്രനെ പുറത്താക്കാൻ ഈ 2 നേതാക്കൾ ശ്രമിച്ചതായാണ് വിമത നേതാക്കൾ പറയുന്നത്. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ജില്ലയിലെ കുറേ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ഈ കോൺഗ്രസിനെ ഇന്ന് പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ചെയ്തെന്ന് വെച്ചാൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ചന്ദ്രനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നേതാക്കന്മാരൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഒരു ഈച്ചയെ കൊല്ലാൻ തോക്കെടുത്ത് നടക്കുന്നത് പോലെയായിരുന്നു അവരൊക്കെ നടന്നിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അവർക്ക് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റാൻ സാധിച്ചില്ല. ആ സാധിക്കാത്തൊരു ഘട്ടം വന്നപ്പോൾ അവർ കണ്ടെത്തിയ തന്ത്രമാണ് മണ്ഡലം കോൺഗ്രസിൻ്റെ ലിസ്റ്റ് കൊടുക്കാതിരിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് മണ്ഡലം ലിസ്റ്റ് തരാതെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ മണ്ഡലം കമ്മിറ്റി ഇല്ലല്ലോ, അതുകൊണ്ടാണ് കോർ കമ്മിറ്റികൾ അധികാരം. എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ് അതിന് പ്രധാനപ്പെട്ട അധികാരം. പക്ഷേ ഇവിടെ മാത്രം മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് യാതൊരു അധികാരമല്ല, എല്ലാം ഇവർ കൈയടക്കിയിരിക്കുക. അതായത് ഇന്ന് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർലം മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് അവർ പാർട്ടിയെ ഈ വിഭാഗം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് ഈ പാർട്ടിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പാർട്ടിയുമായിട്ട് സ്ഥാനമാനങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും ബ്ലോക്ക് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ജോണിയും INTUC പ്രസിഡന്റ് അഭിലാഷും ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിൻ്റെ ചിരകാലമായിട്ടുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഈ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളാരും കോൺഗ്രസ് വിടാൻ ഉദ്ദേശിച്ചവരല്ല, കോൺഗ്രസ് വിടുന്ന പ്രശ്നമില്ല. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ്, ഞങ്ങളുടെ മനസ്സിലെന്നും കോൺഗ്രസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സ്ഥാനമാനങ്ങൾ രാജിവെച്ചത്. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പോലും വർഷങ്ങളോളം പാർട്ടിയുമായി ബന്ധമില്ലാതിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. ചില കുടുംബമടക്കം ചിലവർ മത്സരിക്കുന്നു. യാതൊരു ബന്ധമില്ലാത്ത കുറേ കോൺഗ്രസിൻ്റെ ആളുകളെ കോൺഗ്രസ് എന്ന വ്യാജേന മത്സരിപ്പിച്ച് ഇവിടെ BJPക്ക് പാർട്ടിയെ അടിയറ വയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ LDFന്റെ ചില ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ടാണ് യഥാർത്ഥ ചില സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പാർലം മണ്ഡലത്തിൽ കോൺഗ്രസിനെ നയിക്കാനും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള ഒരു ശക്തമായ നേതൃത്വം ഇന്ന് പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ആ നേതൃത്വത്തിന് അംഗീകരിക്കാതെ കേവലം ഇന്നലെ ഓടിക്കയറി വന്ന കുറേ പഴയകാല നേതാക്കന്മാർക്ക് ഈ പാർട്ടിയെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ നേതൃത്വ സ്ഥാനങ്ങളും ഞങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിനെ മനസ്സാവരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനത്തുനിന്ന് മാറ്റാൻ കഴിയാതെ വന്നതോടെ പാർലം മണ്ഡലത്തിന് മാത്രം മണ്ഡലം കമ്മിറ്റി നൽകാതെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയോടെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി രൂപം നൽകിയ കോർ കമ്മിറ്റിയുടേത് ഏകാധിപത്യ രീതിയിലുള്ള പ്രവർത്തനമാണെന്നും വിമത നേതാക്കൾ ആരോപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലം മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാക്കി തീർത്തത് ഈ പാർലം മണ്ഡലത്തിലെ 3 ജില്ലാ നേതാക്കന്മാരിൽ 2 പേരാണ്. ഞങ്ങളെ DCC ജനറൽ സെക്രട്ടറി പൊറിഞ്ചേട്ടൻ വളരെയധികം പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് 2 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുകയായിരുന്നു. പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാതെ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ പങ്കെടുക്കേണ്ടെന്ന് പറയുകയും അതുപോലെ തന്നെ ഏത് കാര്യത്തിന് വിളിച്ചാലും സമയമില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത് ജില്ലാ നേതാക്കന്മാരും കൂടിയെടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ 2 നേതാക്കന്മാർ പങ്കെടുക്കാറില്ല, സഹകരിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. ഞാൻ 3 വർഷമായിട്ടുള്ളൂ മണ്ഡലം പ്രസിഡൻ്റായിട്ട്, വെറും 3 വർഷം. പക്ഷെ 10 വർഷമായി പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്ത ബ്ലോക്ക് നേതാക്കൾ, 15 വർഷമായി പാർട്ടിയുടെ പരിപാടിയിലേക്ക് വരാത്ത ആളുകൾ, KPCCയുടെ നോംസ് അനുസരിച്ചിട്ടുള്ള കോർ കമ്മിറ്റി ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ കോർ കമ്മിറ്റിയിൽ വന്നതോ പാർട്ടിയിൽ ഒരു വോട്ട് ചേർത്താത്ത പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കുറേ ആളുകളാണ് കോർ കമ്മിറ്റിയിൽ. എത്ര വാർഡുണ്ട്, ഏതെല്ലാം വാർഡുകൾ ഏതൊക്കെ സംവരണം എന്നറിയാത്ത കോർ കമ്മിറ്റി അംഗങ്ങൾ. ചില കോർ കമ്മിറ്റി ബ്ലോക്ക് ബാറുകൾ ഇപ്പോഴത്തെ കോർ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. കോർ കമ്മിറ്റിയാണ് KPCC തന്നെങ്കിൽ
പാർലം മണ്ഡലത്തിലെ കോർ കമ്മിറ്റി കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റായി മാറി. മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റുമാരും അറിയാതെ ഒരു കമ്മീഷൻ ഡീലർമാരെ വെച്ച് വാർഡിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താണ്. അർഹതയുള്ളവരൊക്കെ മാറ്റി പാർട്ടി വിരുദ്ധ നിലപാടെടുത്തവർക്ക് സ്ഥാനാർത്ഥിത്വം എഴുതി കൊടുക്കുന്ന രീതിയിലാണ് കോർ കമ്മിറ്റി എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് നടത്തുന്നത്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പടക്കം പൊട്ടിച്ച ആളുകൾ വരെ കോർ കമ്മിറ്റിയിലുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണേ. ഇതിന് ശക്തമായ പ്രതിഷേധം ഇന്ന് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ഒരു സദസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കോർ കമ്മിറ്റിയിലുള്ള ചില കമ്മിറ്റി അംഗങ്ങളും അവരെ കൂടെ നടക്കുന്ന ചില ശിങ്കിടികളും പരസ്യമായി വെല്ലുവിളിച്ച് ചാനലിൽ ഈ വാട്സപ്പിലൂടെ ഈ കോൺഗ്രസിൽ നിന്ന് 5-10 ആൾ പോയാൽ ഒരു വിലയില്ല, ഒന്നും നടക്കില്ല എന്നുള്ള വെല്ലുവിളി നടത്തുകയും അതേപോലെ തന്നെ മോശമായ രീതിയിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇത്തരൊരു സാഹചര്യത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. സ്വന്തക്കാർക്ക് പുറമെ വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവർക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകിയത് നീതിയല്ല. പാർട്ടിയെ BJPയുടെ ആലയിൽ കെട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെടുത്താനാണ് മണ്ഡലത്തിലെ 2 നേതാക്കളുടെ ഉദ്ദേശം. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഈ 2 നേതാക്കൾക്ക് വേണ്ട സൗകര്യം നൽകി പാർട്ടിയെ മണ്ഡലത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ജനാധിപത്യബോധമുള്ള മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം നീക്കങ്ങളെ എതിർക്കുകയാണ്. തങ്ങൾ കുറ്റപ്പെടുത്തുന്ന പാർലം മണ്ഡലത്തിലെ 2 നേതാക്കൾ ഉൾപ്പെടുന്നവർ മാഫിയ സംഘമാണെന്നും ഇവർക്കെതിരെ പ്രതികരിക്കണമെന്നുമുള്ള കടുത്ത വിമർശനമാണ് രാജിവെച്ച കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 16 സീറ്റിൽ 12 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുക. കയ്പമംഗലത്ത് നടന്ന വാർത്താസമ്മേളനത്തിലാണ് LDF നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പഞ്ചായത്തിലാകെയുള്ള 16 വാർഡുകളിൽ CPIM, 12-ലും 4 വാർഡുകളിൽ CPI സ്ഥാനാർത്ഥികളും മത്സരിക്കും. 1-ാം വാർഡിൽ സ്മിത ഷാജി, 2-ൽ സായിദ മുത്തുക്കോയ തങ്ങൾ, 3-ൽ GC രഘുനാഥ്, 4-ൽ KA കരീം, 5-ൽ KC രവീന്ദ്രൻ, 6-ൽ ഹഷീറ ബഷീർ, 7-ൽ OK നൂറുദ്ദീൻ, 8-ൽ അൻവർ ഷെരീഫ്, 9-ൽ TL ഗോപിനാഥൻ, 10-ൽ സുധാ രഞ്ജിത്ത, 11-ൽ ഷംല ഷഫീഖ്, 12-ൽ പ്രീതി സന്ദീപ്, 13-ൽ സ്മിത സന്തോഷ്, 14-ൽ സന്ധ്യ സുനിൽ, 15-ൽ TK രാജു, വാർഡ് 16-ൽ ബിന്ദു ജയൻ എന്നിവരാണ് മത്സരിക്കുക. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പെരിഞ്ഞനം ഡിവിഷനിൽ നിന്ന് സുജിത സലീഷ്, കടപ്പുറം ഡിവിഷനിൽ അഡ്വക്കേറ്റ് ഷീബ മുരളി എന്നിവരും മത്സരിക്കും. LDF പെരിഞ്ഞനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PA സുധീർ, ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയനത്ത്, ഡിവിഷൻ സെക്രട്ടറി CK ഗിരിജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDF കയ്പമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി KF ഡൊമിനിക്, ശോഭന രവി, സലീം പൊറക്കുളം, TK സെയ്ദ് മുഹമ്മദ്, മണി കാവുങ്ങൽ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് ടീമിൽ എത്തിയിരിക്കുന്നത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക സംസ്കൃതിയുള്ളതാണ്. പ്രത്യേകിച്ച് കലയ്ക്ക് പേരുകേട്ടതാണ്. നാടകത്തിൻ്റെ ഈറ്റില്ലമെന്നെല്ലാം ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. ഓണാഘോഷത്തിന് മുന്നേ തന്നെ ഓണാഘോഷം ആരംഭിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. സമസ്ത മേഖലകളിലും LDF ആണ് ഭരണത്തിൻ്റെ മികവ് പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കും പറയാനുണ്ട്. പറയേണ്ടത് ജനങ്ങളാണ്. അവരിലേക്ക് വല്ലച്ചിറയിലാണ് എത്തിയിരിക്കുന്നത്. വല്ലച്ചിറയിലെ ഒരു ചായക്കടയിലാണ്. എങ്ങനെയുണ്ട് ഇവിടെ? വൈകുന്നേരം രാവിലെ തൊട്ടാണോ വൈകുന്നേരം വരെയാണോ? രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ. ഇപ്പോൾ വൈകുന്നേരങ്ങളിലുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാണ്? പഴംപൊരി ഉണ്ടാക്കും, ബജ്ജി ഉണ്ടാക്കും, ബജ്ജി പരിപ്പോട, ബജ്ജി ചമ്മന്തി ഉണ്ടാവില്ലേ? ആ ചമ്മന്തി ഉണ്ടാവും. എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? ആ കുഴപ്പമില്ല, തിരക്കില്ല. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗോപി. എൻ്റെ പേര് ജോസ്. എന്താ ചെയ്യണേ? ഈ 12 മണിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ഷൻ്റെ തിരക്കൊക്കെ ആയോ? ഇവിടെ അത്യാവശ്യം തിരക്കുകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെ നിർണ്ണയമൊക്കെ കഴിഞ്ഞു. വല്ലച്ചിറയെ സംബന്ധിച്ച് അറിയാൻ പറ്റും കാർഷിക മേഖലയാണ്. പിന്നെ അതിനല്ല ഓണാഘോഷത്തിൻ്റെ പേരുകെട്ട നാടാണ് അല്ലേ? നാടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ലച്ചിറയിൽ വന്നു കഴിഞ്ഞാൽ 10 പേരിലെടുത്താൽ 8 പേര് നടന്മാരായിരിക്കും.
ഞാൻ ഗോപി നെരുശ്ശേരി എന്ന് പറഞ്ഞ ആളാണ്, നടന്ന ആളാണ്. എങ്ങനെയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ എങ്ങനെയാണ് വല്ലച്ചിറയിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കാഴ്ചപ്പാട്? ഈ കഴിഞ്ഞ 5 വർഷം വളരെ പരാജയമായിരുന്നു ഭരണം. അതായത് ഒരു എന്തൊക്കെ പറയുക, എന്തുകൊണ്ടാണ് ഒരു പരാജയം എന്ന് പറയുന്നത്? നമ്മൾ പുതിയ തലമുറകൾ വരുമ്പോൾ അതിനനുസരിച്ച് പുരോഗതിയും വരണം, അതുണ്ടായില്ല. അതായത് വല്ലച്ചിറ കാണുന്ന ആ കാഴ്ചപ്പാട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു മാറ്റം വരുന്നില്ല, ഒരു പുരോഗമനം വരണ്ടേ ഇത്ര കാലം പണിയെടുക്കുമ്പോൾ, അത് കാണുന്നില്ല. ഇവിടുത്തെ റോഡുകൾ മറ്റുള്ള നിലവാരങ്ങളൊക്കെ എങ്ങനെയാണ്? അത് കുറേശ്ശെ എല്ലായിടത്തും മാറ്റം വന്നതുപോലെ ഇവിടെയും വന്നിട്ടുണ്ട്, ഇല്ല എന്നും പറയാൻ പറ്റില്ല. കാർഷിക മേഖലയാണ് കൂടുതലായിട്ട്. കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് കൃഷി ചെയ്ത് ഒന്നും നേടിയെടുക്കാനില്ലല്ലോ, നഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാ കർഷകർക്കും. ഒന്ന് തിരിഞ്ഞു നോക്കി അറിയാം, അല്ലെങ്കിൽ ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കി അറിയാം അല്ലേ? ചോദിച്ചു ഒരു കൃഷിക്കാരെ പശുവിനെ വളർത്തുന്നു, നെൽകൃഷി, വാഴക്കൃഷി, എല്ലാ രീതിയിലും പരാജയം. എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ ഒരു ചായക്കടയിൽ വന്നതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാൽ കൊടുക്കാൻ വന്നാണോ? അതെ, പാൽ കൊടുക്കാൻ. എത്ര പശുണ്ട്? 10 ഉണ്ട്. 10 പശുണ്ട്. 10 പശുവിന്റെ ആരാണ് ഇതിന്റെ സംരക്ഷണം? ഞാൻ ഹസ്ബൻഡ് കൂടിയിട്ടാണ്. 2 പേരാണ്. അപ്പോൾ ഇത് കുട്ടികളൊക്കെ? കുട്ടികൾ ഒരാൾ +2, ഒരാൾ 8ല്. രാവിലെ എത്ര മണിക്ക് എണീക്കും? രാവിലെ ഞങ്ങൾ 4 മണിക്ക് മുൻപ് ഇരിക്കും. 4 മണിക്ക് മുമ്പ് എണീറ്റിട്ട് ആണ് ഇതിന്റെ. അപ്പോൾ നിങ്ങൾ ഈ പുല്ല് കാര്യങ്ങളൊക്കെ? പുല്ല് ഞങ്ങൾ തീറ്റപ്പുല്ലുണ്ട്, പിന്നെ വൈക്കോല് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഒറ്റ വാക്കി ചോദിക്കുകയാണ്, ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, ലാഭമല്ല, ലാഭമുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകും. എങ്ങനെയുണ്ടായിരുന്നു ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള? പറഞ്ഞുതരാം. നമുക്ക് ഒരു പണിക്കൊരാളെ വെക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഞാനും ഹസ്ബൻഡ് കൂടി ചെയ്യുമ്പോൾ പുറത്തേക്ക് നമുക്ക് പൈസ പോകണില്ലല്ലോ, കൂലിച്ചെലവില്ല, കൂലി അതൊക്കെ ഞങ്ങൾ തന്നെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ 5 വർഷം ഭരണകാലത്ത് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പശു, അതുപോലെ ധാതു ലവണങ്ങൾ, 5 പശുവിൻ്റെ സ്കീം ഞങ്ങൾ 5 പശുവിന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേരിൽ ഒരു പശു വേറെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ധാതു ലവണങ്ങൾ, തീറ്റ, അങ്ങനെ ഒരുപാട് നമുക്ക് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി കാണുന്നു ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ? വളരെ നല്ലൊരു ഭരണസമിതിയായിരുന്നു, നല്ല വികസനങ്ങൾ ഈ പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സരിത. സരിതേച്ചി, ഈ രംഗത്തേക്ക് കടന്നു വരുന്ന നിരവധി പേരുണ്ടാവും. അതായത് ഒരു പശു തുടങ്ങി പിന്നെ വീണ്ടും പലരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബമാകുമ്പോൾ കുടുംബമുള്ളതെന്നാണ് പറയുന്നത്. ഒരുമിച്ച് നിന്നാലാണ് നടക്കുകയുള്ളൂ. അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രചോദനമാണ് അങ്ങേപ്പോലുള്ള ആളുകൾ. പക്ഷേ ഇതിന് കൂടുതലായിട്ട് കൈത്താങ്ങൽ നൽകേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. പുതിയതായി തിരഞ്ഞെടുത്ത് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാർഷിക മേഖലയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ക്ഷീരമേഖലയായാലും മറ്റ് കാർഷിക മേഖലയായാലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കർഷകർ. അപ്പം ആ ഒരു ഇതിൽ നല്ല രീതിയിൽ, അതെ, നല്ല കാഴ്ചപ്പാടായിരിക്കണം. എന്തായാലും ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചോളൂ. ഈ വല്ലച്ചിറയെ സംബന്ധിച്ച് വല്ലച്ചിറ നാടക ഗ്രാമവും കാർഷിക ഗ്രാമവും ഒക്കെയാണ്. നടൻ വരൂ, നടന്ന് വിളിക്കുന്നത് സ്നേഹം കൊണ്ടാണ് കേട്ടോ. നാടകമൊക്കെ ഉണ്ടോ? നാടകമൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രൊഫഷണൽ ടീമിലാണോ? പ്രൊഫഷണല്ല, ഞങ്ങൾ അമേച്ചർ നാടകങ്ങൾ ചെറുപ്പം മുതലേ തുടങ്ങി? ചെറുപ്പം മുതലേ 7 വയസ്സ് മുതൽ. 7 വയസ്സ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാം കൊണ്ടും തികഞ്ഞ സംതൃപ്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഇവിടെ റോഡ് വികസനവും മറ്റു വികസന പരിപാടികൾ ഉജ്ജ്വലമായ രീതിയിൽ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 5 വർഷം ഗംഭീർ മനോജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ പ്രസിഡന്റ് ആ യൗവനം കറക്റ്റായിട്ട് ആ യൂത്വത്തിൻ്റെ പ്രസരിപ്പ് തീർച്ചയായിട്ടും ഭരണസമിതിയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അതായത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്ന മെമ്പർമാരും സഹകരിച്ച് ഗംഭീരമായൊരു വികസന പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളതെന്ന് എൻ്റെ വിശ്വാസം മാത്രമല്ല എൻ്റെ ഉറപ്പ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ മേഖലയും എല്ലാ ജനങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. എന്തായാലും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്ന് ഞങ്ങൾ പോവുകയാണ്. നമസ്കാരമുണ്ട്. കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകണല്ലേ? അതെ. എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ആയോ? തെരഞ്ഞെടുപ്പ് ചൂടായി വരുന്നു. വൃശ്ചികത്തിന്റെ തണുപ്പിലേക്ക് പോവോ? എങ്ങനെയുണ്ട് വല്ലച്ചിറയെ സംബന്ധിച്ച്? വല്ലച്ചിറയെ സംബന്ധിച്ച് ഇവിടെ CPM തന്നെ വരാനുള്ള സാധ്യത 100%. എന്തുകൊണ്ടാണ്? എന്താ വെച്ചാൽ ഇതേമാതിരിയുള്ള ഭരണം ഇവിടെ പിണറായി വിജയൻ കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഈ മോദി സർക്കാർ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും കേരളത്തിന് വേണ്ടി തന്നില്ല. കേരളത്തിന് തരാനുള്ള ഇത് തരാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 3000 രൂപ പെൻഷൻ കൊടുത്താനെ തരാനുള്ളത് കിട്ടിയ സഹായം വാഗ്ദാനം അല്ലാണ്ട് ഈ പ്രളയം മറ്റേ ഇതുകളൊക്കെ ഉണ്ടായിട്ടും കോവിഡ് ഇതൊക്കെ വന്നിട്ടും
വന്ന് പ്രഖ്യാപിക്കല്ലാണ്ട് 10 പൈസ കേരളത്തിന് വേണ്ടി തന്നില്ല. ആ തരാമെന്ന് പറഞ്ഞ പൈസ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ സഹായം തന്നില്ലെങ്കിലും ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഇന്നും 3000 രൂപ പെൻഷൻ കൊടുത്താനേ. ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടെന്താണ്? കാഴ്ചപ്പാട് നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡുകൾ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ തിരക്കില്ല. അതിൽ കുടിവെള്ള ക്ഷാമമൊക്കെ നേരിടുന്ന കുടിവെള്ളം ക്ഷാമമില്ല. എല്ലാ ഭാഗത്തും കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് നല്ല അഭിപ്രായമാണ്. ആണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട്? വർക്കൊക്കെ ഉണ്ടോ? വർക്ക് കുഴപ്പമില്ല, തിരക്കിലാണ് പോകുന്നത്. നിങ്ങളെങ്ങനെയാ ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ റോഡൊക്കെ ഇറക്കാനും? എത്ര യൂണിയൻ ഉണ്ട് ഇവിടെ? 3 BMS-ഉം CIT-യും. ANTC ഇല്ല? ഇല്ല 2 യൂണിയൻ. എങ്ങനെ നോക്കണം 5 വർഷത്തെ ഈ ഒരു ചെറുപ്പ പഞ്ചായത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഭരണവും കാര്യങ്ങളും? ഭരണം എന്ന് പറയുമ്പോൾ എന്താ പറയാ, കുഴപ്പമില്ലാണ്ട് പോണു. അത്യാവശ്യം റോഡുകൾ കാര്യങ്ങളൊക്കെ വികസനം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? വികസനം റോഡ് പണി തന്നെയുള്ള വികസനമായിട്ട് വേറെ ഒന്നും കാണാനില്ല നോക്കിയിട്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു വല്ലച്ചിറ പഞ്ചായത്തിനെ കുറിച്ചൊക്കെ അഭിപ്രായം എന്താ? വല്ലച്ചിറ പഞ്ചായത്തിൽ കുഴപ്പമില്ല, നല്ല കാര്യങ്ങളൊക്കെ നടന്നു പറ്റുന്നത് കാര്യങ്ങളൊക്കെ വികസനങ്ങളൊക്കെ വികസനങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഒരു 10-ൽ എത്ര മാർക്കൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് വല്ലച്ചിറയ്ക്ക്? 10-ൽ 10 കൊടുക്കുന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ ഞങ്ങളെ ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ. അപ്പം നല്ല കാര്യങ്ങൾ നടത്തി പോകാനായിട്ട് ഇവിടുത്തെ പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതികളും അതിൽ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. എതിർക്കലും തർക്കങ്ങളൊന്നും ഇല്ല. പിന്നെ കുറവാണ് യൂണിയനാണ് ഞങ്ങളുടെ സംയുക്തമാണ്. തർക്കങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ കുറവുകൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതൊക്കെ അടുത്തതിൽ പരിഹരിച്ച് ഓരോ നാളുകൾ പരിഹാരത്തിലേക്ക് എത്തും, മുന്നോട്ട് വരട്ടെ. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്. ഈ സാധാരണ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും ഓരോ യൂണിയനുകൾക്കും പ്രത്യേക ഓഫീസുകളാണ്. അല്ല, നിങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരുമിച്ച് എല്ലാവരും കൂടി മുകളിലാണ്. അത് ഞങ്ങൾ BMS-ഉം CIT-യും ഒരുമിച്ചുള്ള ഓഫീസാണ്. അതൊരു പക്ഷേ ഈ നാട്ടിലുണ്ടാവുള്ളൂ അല്ലേ? അപൂർവമാണ്. കാരണം വെച്ചാൽ ഒരുമിച്ച് സഹകരിച്ച് പോകാന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്ന കാലഘട്ടത്തിൽ അല്ലേ വ്യത്യസ്തമായ കൊടിയുടെ കീഴിൽ ഭയങ്കരമായിട്ടുള്ള സൗഹൃദത്തോട് പോയിന്ന ഒരു പഞ്ചായത്ത് അടക്കമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മേന്മ ഞങ്ങളുടെ യൂണിയനിൽ ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയപരമായിട്ട് ചെയ്തിരിക്കില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ വികാരമുണ്ടോ? എല്ലാവർക്കും ഉള്ളതാണല്ലോ. അതിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവും, മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. അത് വോട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണല്ലോ. അപ്പോൾ അത് അവരെ വ്യക്തിപരമായ രീതിയിൽ വോട്ട് ചെയ്യുന്നു. ജയിച്ചു വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കട്ടെ. തീർച്ചയായിട്ടും വല്ലച്ചിറയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വല്ലച്ചിറയിൽ ഇവിടെ നമുക്കറിയാം ഒരു യൂണിയൻകാർ തന്നെ വ്യത്യസ്ത യൂണിയൻകാരാണ്. ANTC-യുടെ ഇതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ തന്നെ ഒരേ മുറിയിൽ തന്നെയാണ് ഇവരുടെ സ്ഥാപനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണെങ്കിലും ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഉള്ളിലൊരു വികാരമുണ്ട്, രാഷ്ട്രീയ വികാരം തന്നെയാണ്, അവരവരുടെ വ്യക്തിപരമാണ്. എന്നിരുന്നാൽ തന്നെയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ വ്യത്യസ്തമായ അഭിപ്രായത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങൾക്കും പറയാനുള്ള വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ചന്ദ്രപ്പനിയിൽ വ്യാപാരി കുഴഞ്ഞു വീണു മരിച്ചു. കയ്പമംഗലം ബീച്ച് കരടിവളവ് സ്വദേശി പനക്കൽ വീട്ടിൽ ശശികുട്ടന്റെ മകൻ 43 വയസ്സുള്ള ഷിനോയാണ് മരിച്ചത്. ചന്ദ്രപ്പനി വടക്കേ ബസ് സ്റ്റോപ്പിന് സമീപം മാർക്കറ്റ്സ് എന്ന വസ്ത്ര വ്യാപാര സ്ഥാപന ഉടമയായിരുന്നു. സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുറന്നു കിടക്കുന്ന ചേറ്റുവ പടന്ന ചീപ്പിലൂടെ ഉപ്പുവെള്ളം കയറുന്നു. ഇതോടെ മേഖലയിൽ കുടിവെള്ള സ്രോതസ്സുകൾക്കൊപ്പം കൃഷിയിടങ്ങളും ഉപ്പുവെള്ള ഭീഷണിയിലായി. ഇത്തവണയും അധികൃതരുടെ അനാസ്ഥ മൂലം ചേറ്റുവ പടന്ന പ്രദേശത്തെ ചീപ്പിലൂടെ ഉപ്പുവെള്ളം കയറുകയാണ്. ഇതുമൂലം പ്രദേശത്തെ പറമ്പുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം ഒഴുകിയെത്തിയിരിക്കുകയാണ്. പടന്ന ചീപ്പിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് ചേറ്റുവ മുതൽ ഏങ്ങണ്ടിയൂരിലെ 1000 കണ്ണി ചേലോട് പ്രദേശങ്ങളിലേക്കും ഉപ്പുവെള്ളം എത്തിച്ചേരാൻ ഇടയാകും. ഇതുമൂലം പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കലരാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്.
ഉപ്പുവെള്ളം കയറുന്നത് അടിയന്തരമായി തടയണമെന്നും പ്രദേശത്ത് ചീപ്പുകൾ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പഞ്ചായത്ത് അധികൃതരെ നേരിട്ട് പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും ചീപ്പ് അടയ്ക്കാനോ ആവശ്യമായ മുൻകരുതൽ നടപടിയെടുക്കാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. ചീപ്പ് അടയ്ക്കുന്നതിനായി കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കരാറുകാരന്റെ സൗകര്യത്തിന് ചീപ്പ് അടയ്ക്കുന്നതിന് മുൻപ് തന്നെ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞു. എല്ലാ വർഷവും ഉപ്പുവെള്ളം പ്രദേശത്ത് കയറിയതിനു ശേഷമാണ് ചേറ്റുവ പടന്ന ചീപ്പ് അടയ്ക്കുന്നത്. അതിനാൽ പ്രദേശവാസികളും കൃഷിക്കാരും ഏറെ ആശങ്കയിലും ദുരിതത്തിലുമാണ്. അതാത് സമയത്തെ കാലാവസ്ഥ കണക്കിലെടുത്ത് ചീപ്പ് കൃത്യമായി അടയ്ക്കേണ്ട ചുമതല പഞ്ചായത്തിനുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥ ഇത്തവണയും തുടരുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതുമൂലം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ജനങ്ങളാണ് ഉപ്പുവെള്ള ഭീഷണി പ്രധാനമായും നേരിടുന്നത്. ചേറ്റുവ പുഴയിൽ ശക്തമായ രീതിയിലാണ് വേലിയേറ്റമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തോടുകളിലും ഇതിനകം ഉപ്പുവെള്ളം നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കടുത്ത ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന പഞ്ചായത്തിൽ ഉപ്പുവെള്ള ഭീഷണി കൂടുതൽ ആശങ്ക ഉളവാക്കുന്നതാണ്. അടിയന്തരമായി ഉപ്പുവെള്ളം ഒട്ടും തന്നെ കയറാത്ത രീതിയിൽ ചോർച്ചയില്ലാതെ കെട്ടുറപ്പുള്ള ചേറ്റുവ പടന്ന ചീപ്പ് അടയ്ക്കണം. ഇക്കാര്യത്തിൽ അധികൃതർ ഇടപെട്ട് പ്രദേശവാസികളെയും കുടിവെള്ള സ്രോതസ്സുകളെയും സംരക്ഷിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. ഈ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ഈ ചേറ്റുവ പടന്ന പ്രദേശത്തുള്ള ചീപ്പ് അടക്കാത്തത് മൂലം പ്രദേശത്ത് ഉപ്പുവെള്ള ഭീഷണിയിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പഞ്ചായത്തിൽ പോയി നേരിട്ട് അധികൃതരോട് ഇതിനെ എത്രയും പെട്ടെന്ന് ഈ ചീപ്പ് അടക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ എന്നോട് പറഞ്ഞത് കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഈ കരാറുകാരൻ്റെ സൗകര്യപ്രദമായ സമയം നോക്കി ആൾ വന്ന് ഈ ചീപ്പ് അടക്കുമ്പോഴേക്കും ഈ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സിലേക്കും ഉപ്പുവെള്ളം കലരാനും ഈ ഉപ്പുവെള്ളം ചേറ്റുവ മുതൽ ഏകദേശം ഏങ്ങണ്ടിയൂർ 1000 കണ്ണി ചേലോട് വരെ ഈ ഉപ്പുവെള്ളം എത്തിച്ചേരും. ഈ ഉപ്പുവെള്ളം കയറുന്നത് മൂലം പ്രദേശത്തുള്ള എല്ലാ കുടിവെള്ള സ്രോതസ്സും ഉപ്പുവെള്ളം കലരാൻ സാധ്യതയേറെയാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പാറളത്ത് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാജിവെച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 16 സീറ്റിൽ 12 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.